ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ്, ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ്. വേൾഡ് ഫേമസ് ആണ്. അതിനൊരു ഇന്ത്യൻ ടച്ച് കൊടുത്ത് ഉണ്ടാക്കിയപ്പോൾ വളരെ നന്നായിട്ടുണ്ട്, ടേസ്റ്റി ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമുക്ക് കൈമ റൈസോ ബസ്മതി റൈസോ എടുക്കാം. ഞാനിവിടെ കുക്ക് ചെയ്തിട്ട് കൈമ റൈസ് ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഓയിൽ ബട്ടർ മിക്സ് ആയിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മീഡിയം ചൂടില് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ബേൺ ആവാൻ സമ്മതിക്കരുത്, എന്നാലേ നമുക്ക് അതിന്റെ ടേസ്റ്റ് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. ഇതായിപ്പോ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി വളരെ വേഗം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചനാദാൽ, അതായത് കടല പരിപ്പ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി പൊടിപൊടിയായി അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ വേണം. അതാണ് ഈ ഫ്രൈഡ് റൈസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. ചെറിയുള്ളി സ്ലൈസ് ചെയ്തെടുത്തത് ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ഒരു 2-3 എണ്ണം വട്ടത്തിലരിഞ്ഞ് ചേർക്കാം. ഇത്രയാണ് ഇതിലേക്ക് ഇപ്പൊ ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് ഇതിലെ നമ്മൾ ചേർത്തിട്ടുള്ള വെളുത്തുള്ളി കരിയുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പാകം, ആ പാകം വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. അതുകൊണ്ടാണ് ഇതിനെ ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. ഇതിപ്പം ഏകദേശം ആ ഒരു പാകം എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് ഒരു 10 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയിട്ട് അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കാം. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ച കൈമരിയാണ്. ഞാൻ വേവിച്ചപ്പോൾ ഒരിത്തിരി സ്റ്റിക്കി ആയിപ്പോയി. നിങ്ങൾക്കും അങ്ങനെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. നോർമലി പോലെ നമുക്ക് മാറ്റിയെടുക്കാം, സ്റ്റിക്കിനെസ് മാറ്റിയെടുക്കാം. ഇപ്പൊ നമ്മള് റൈസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി 2 ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. ആദ്യത്തേത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്, അല്ലെങ്കിൽ കുരുമുളക് ചതച്ചത്. കുരുമുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1-2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ഒരു വലിയ ചെറുനാരങ്ങയുടെ 1/4 ഭാഗമാണ് ഇതിലേക്ക് ചേർത്തത്. ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ് റെഡിയാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, വളരെ ടേസ്റ്റിയുമാണ്. പച്ചക്കറികൾ ഒന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ ഇടൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.